മൊബൈൽ മെഡിക് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ടു യുവർ ഡോർ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ താമസമായിട്ട് ഏകദേശം 5 വർഷമായിട്ടോ. പക്ഷേ ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫെസിലിറ്റിനെ കുറിച്ച് അറിഞ്ഞത്. അന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫെസിലിറ്റി ഞാൻ അറിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതറിയത്തില്ലാത്ത ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടുള്ള ലോങ് വെയിറ്റിംഗ് പീരീഡ്. ഇവിടെ ഉണ്ടല്ലോ ഒരു ട്രയാജ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് അത് എത്രത്തോളം ലൈഫ് ത്രെട്ടനിങ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ ഒരു വയറുവേദനയൊക്കെ ആയിട്ടോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റണം എന്നില്ല. നമ്മൾ അവിടെ ഏകദേശം ഒരു 6-7 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ തിരക്കനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ. ലാസ്റ്റ് മന്ത് നമ്മൾക്കാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു കേട്ടോ. ഏകദേശം വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് പിറ്റേ ദിവസം രാവിലെയാണ്. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ EDയിൽ പോകാനായിട്ട് ഇങ്ങനെ സാഹചര്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. GP ക്ലിനിക്സിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു GP ഓൺ ഡോർ സർവീസ് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ ലഭ്യമാണ്. അതും ഫുള്ളി ബൾക്ക് ബിൽഡ് ആയിട്ട് അണ്ടർ മെഡിക്കെയർ കവറേജിൽ ഫുൾ റിസോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് നമ്മുടെ ഡോറിൽ വരുന്നത്. ന്യൂകാസിൽ ആൻഡ് ലേക്ക് മക്വേരി ഏരിയയിൽ ഏകദേശം 20ഓളം ഡോക്ടർമാരാണ് ഈ മൊബൈൽ മെഡിക് സർവീസുമായി വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഏത് ആഫ്റ്റർ അവേഴ്സ് ക്ലിനിക്കിൻ്റെ അണ്ടറിലാണോ ഉള്ളത്, ഓറാസ് നമ്മൾ ഇവിടെയാണെങ്കിൽ ബ്രോഡ്മെഡോ ആഫ്റ്റർ അവേഴ്സ് ക്ലിനിക്കിലാണ് യൂഷ്വലി പോകാറുള്ളത്. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേനും അവരുടെ റിസപ്ഷൻ നമ്പറിൽ നമ്മൾ കോൾ ചെയ്യുക. നമ്മുടെ മെഡിക്കെയറിൻ്റെ നമ്മുടെ സിംറ്റംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവർ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അവർ നമുക്കൊരു ഡോക്ടറിനെ അലോക്കേറ്റ് ചെയ്യും. ന്യൂകാസിൽ മൊബൈൽ മെഡിക്കിൻ്റെ ടൈമിങ്സ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് GPയുടെ അടുത്ത് പോകണ്ട എന്നല്ല ഇതിനർത്ഥം. സിംറ്റംസ് അണ്ടർ കൺട്രോൾഡ് ആകുന്നില്ല എങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണ്ട എന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു ഗ്യാപ്പ്, അതായത് നമുക്ക് പിറ്റേ ദിവസം GPയുടെ ക്ലിനിക്കിൽ പോകുന്നത് വരെ എന്നാൽ നമുക്ക് എമർജൻസിയിൽ പോകാൻ പാകത്തിനൊരു സിംറ്റംസ് ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് എമർജൻസി ആയൊരു ട്രീറ്റ്മെൻറ്റ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾ മെഡിസിൻസും കൂടി ഇവർ തരാറുണ്ട് കേട്ടോ. അഥവാ നമുക്ക് ഫർദർ ടെസ്റ്റ് എന്തെങ്കിലും വേണം, അല്ലാന്നുണ്ടെങ്കിൽ GPനെ കാണണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും, നിങ്ങൾ നാളെ പോയി GPനെ കാണാം. അപ്പം നമ്മൾ അവർ പറയുന്ന അനുസരിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് നമ്മൾ എടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കെ യൂസ് ചെയ്യാൻ മടിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു രാജ്യത്ത് നമ്മളായിരിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ റിസോഴ്സുകളെക്കുറിച്ചും സർവീസുകളെക്കുറിച്ചും നമ്മൾ അവെയർ ആയിരിക്കണം അല്ലേ? എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ. എങ്കിലും നമ്മൾ അറിയുന്ന ഈ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഷെയർ ചെയ്യുക.